ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. സേനേൻ്റെ ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. വിവിധ തരം സംഘടനകളൊക്കെ രക്ഷാപ്രവർത്തനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹെലികോപ്റ്റർ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഹെലികോപ്റ്റർ വന്ന് അവിടെ വീശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ മനുഷ്യർക്ക് അങ്ങോട്ട് കിടക്കാനും അങ്ങോട്ട് എത്തിപ്പെടാനും ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ആ സ്ഥലത്തേക്ക് എത്തുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ഏരിയയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങാൻ പോകുന്നത് ഹെലികോപ്റ്റർ വന്നിട്ട് സേന ഇറങ്ങാൻ പോവാണ്. സ്ഥലത്തേക്ക് മനുഷ്യർക്ക് കടക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അവിടത്തേക്ക് സേന ഇറങ്ങാനുള്ള പരിപാടിയെന്ന് തോന്നുന്നു. ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. സേന ഹെലികോപ്റ്റർ താഴോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ താഴെ ആയിക്കൊണ്ടിരിക്കുക. ദുരന്തം നടന്ന സ്ഥലമാണുള്ളത്. ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഹെലികോപ്റ്ററും ജനങ്ങളും രക്ഷാപ്രവർത്തകരും ഉള്ളതിനെ കൊണ്ട് ഈ മരത്തിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ മലയായിരുന്നു. ആ മല അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ വെള്ളമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് അലൗഡില്ല. ഇവിടേക്ക് ഈ ചളിയും ഈ വെള്ളവും ഈ ചളിയൊക്കെ ഇവിടെ ഈ ഉരുൾപൊട്ടലിനോട് അനുബന്ധിച്ച് ഒലിച്ചു വന്ന സംഭവമാണ്. ഇപ്പം ബോഡി ഓരോന്ന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ ബോഡിയും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരം സമയമായി. എന്നിട്ടും ഇതായി തുടങ്ങി. എന്നിട്ടും ബോഡികൾ ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ബോഡി കിട്ടുന്ന പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടുന്നൊക്കെ ഇതിലേക്ക് ഉരുൾപൊട്ടൽ അനുഭവിച്ച് പുള്ളി ചെടിയും വെള്ളവും തന്നെയാണ്. ഇതൊക്കെ റോഡായിരുന്നു. ഇതിൻ്റെ അടുത്തേക്ക് തൊട്ടടുത്തേക്ക് ടൗണ് അപ്പുറത്തേക്ക് നമുക്ക് ആർക്കും പോകാൻ പറ്റില്ല. ഇപ്പം മനുഷ്യൻ കിടക്കാൻ പറ്റാത്തതിനെ കൊണ്ടും എല്ലാ കുട്ടികൾക്ക് വെള്ളം അതിനെക്കൊണ്ടും സൈന്യം തന്നെ ഹെലികോപ്റ്ററിൽ വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ചൂരൽ മലയിലാണത്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ ഹെലികോപ്റ്റർ വന്ന് തന്നെ നോക്കുന്നതാണ്. ഇല്ല, ഈ ചൂരൽ മല ഇപ്പോൾ ഈ കാണുന്ന ഈ മലേൻ്റെ ഇവിടെ നിന്നാണ് ഉരുൾപൊട്ട് ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോഴത്തേക്കാനുള്ള അനുവാദമില്ല, നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഇങ്ങോട്ടുള്ളതാണ്. നമുക്ക് ഇവിടുന്ന് ഒക്കെ എല്ലാവരും പറഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തരെയും ഓരോ സ്ഥലത്ത് ഇപ്പം രക്ഷിച്ചുകൊണ്ടിരിക്കുക. ഈ സൈഡിലുള്ള ഒക്കെ ഉള്ള ആളുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഓരോരോ സൈന്യം താൽക്കാലിക പാലൊക്കെ വെച്ചിട്ട് ഈ കാണുന്ന ജനങ്ങളൊക്കെ ഓരോരുത്തരെയും അവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്തെ പല താമസക്കാരൊക്കെ മറ്റുള്ള സ്ഥലത്തിന്. അപ്പോൾ അവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ടൗണാണ്, എൻ്റെ ഒരു മലയിൽ കൂടിയാണത്. ഇപ്പോൾ ഇത് കാണുന്ന ഈ ചൂരൽമല ടൗണാണ്, ചെറിയ ടൗണാണ്. ആ ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് ഒലിച്ച് വന്ന സ്ഥലം. അതിൻ്റെ അനുബന്ധിച്ച് ഇവിടെ തന്നെയാണ് ആൾക്കാർ ഇതിനോട് രക്ഷാപ്രവർത്തനം നടത്തുന്നതും ഇവിടെ വെച്ച് തന്നെയാണ്. ഇതെല്ലാം ഇവിടുന്ന് ഉള്ള എല്ലാം ഈ മരങ്ങളൊക്കെ മുകളിൽ വലിച്ചു വന്നാണ് ഇവിടുന്ന് തിരഞ്ഞെടുത്തിട്ട് ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ള തിരഞ്ഞെടുത്തിട്ട് മാറ്റിയിട്ടതാണ് കേട്ടോ. ഇതൊരു മരമില്ലോ കാര്യങ്ങളോ അല്ല. ഇത് ദുരന്ത സ്ഥലത്ത് നിന്ന് ഇത് വന്നതാണ്. നിങ്ങൾ ഇത് കണ്ടോ, ഈ ഒരു സ്കൂളിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ മരങ്ങൾ തടഞ്ഞു, ഇവിടെ തടഞ്ഞ് ഈ ബിൽഡിംഗ് തടഞ്ഞു നിർത്തിയിട്ടില്ലെങ്കിൽ ഒന്നുപോലും ഒരുപാട് ദുരന്തം എന്തായാലും ഒരു
ഇതാണ് നിങ്ങൾ കാണുന്നത്. ഈ മരമൊക്കെ അവിടുന്ന് വലിച്ചു വന്ന് ഇവിടുന്ന് ജനങ്ങളെ തരിഞ്ഞിട്ട് മാറ്റി വിട്ടതാണ്. ഇവിടെ ഇതാണ് സ്ഥലം. ഇപ്പം ആളുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുക, മരങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഇതും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ സംഘടനകൾ കാര്യങ്ങളുണ്ട്, ഓരോരോ ടീമുകൾ എല്ലാം സന്നദ്ധ സംഘടനകൾ വന്ന് ഓരോ വർക്കും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തൊക്കെ ഈ ബിൽഡിങ് ഇത്രയും എത്ര ഉരുൾപൊട്ടൽ ഭീകരാവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. അത് ഈ ബിൽഡിങ് ശരിക്കും തടഞ്ഞു നിർത്തിയിട്ടില്ലെങ്കിൽ ഒരുപാട് ഇപ്പം നമ്മൾ കണ്ട ടൗണ് ഒന്നും പോലും ഒരുപാട് ദുരന്തങ്ങൾ, വൻ ദുരന്തങ്ങളൊന്നും കൂടി ഉണ്ടായേനെ എന്നതാണ് ഈ സ്ഥലം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രിയമുള്ളവരെ, ഞാനിപ്പം ഉള്ളത് ഇപ്പം ഇതേ സ്ഥലത്താണ്. ദുരന്തം നടന്ന സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. ഇവിടത്തേക്ക് സ്ഥലത്തിൻ്റെ പേര് വയനാട് ജില്ല വൊക്കേഷണൽ സെക്കൻഡറി സ്കൂൾ വെള്ളാർമല എന്ന് പറഞ്ഞത് മേപ്പാടി പഞ്ചായത്തിലെ വെള്ളാർമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ശരിയായ പേര്. ഈ ഒരു സ്ഥലത്താണ് ഉള്ളത്. ഇവിടുന്ന് ഇതുണ്ടോ, ഇതിൻ്റെയൊക്കെ ഈ സൈഡിൽ കൂടെയൊക്കെ മല, അവിടെ നിന്നുള്ള ആ കാണുന്ന മലൻ്റെ അപ്പുറത്താണ്, അവിടെ നിന്നാണ് പൊട്ടി വന്ന് ഇവിടെയാണ് ഇത് അടിച്ച് ഇതായത്. ഇതിൻ്റെ ആ ഒരു ദുരന്തത്തിൻ്റെ ഭീകര അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെ അടിച്ച് തൂഫാനായിട്ടുണ്ട്. എല്ലാം തകർത്തറിഞ്ഞിട്ടാണ് പോയത്. ഇവിടെ ചെറിയൊരു തോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വലിയൊരു പുഴയായി മാറിയിട്ടുണ്ട്. വിവിധ സേനകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ദുരന്തം എന്ന സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. വിവിധതരം സംഘടനകളൊക്കെ വരുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ ടീമുകളുണ്ട്. അത് കഴിഞ്ഞാൽ മാറി മറ്റൊരു ടീമുകൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഈ ഏരിയ തിരഞ്ഞുകൊണ്ടിരിക്കുക. ഈ പ്രദേശം വേണ്ടിയിട്ട് അടുത്ത സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ട് എന്ന് പറയുന്നു. എന്താണ് അവസ്ഥ എന്നറിയില്ല. ഭയങ്കരമായ ഇത് ആളുകൾ തിരഞ്ഞെടുപ്പിൻ്റെ ആളുണ്ടെന്ന് പറയുന്നുണ്ട് ഈ വീട്ടിൽ. ഇവിടെ അങ്ങോട്ട് ഒരുപാട് വീടുകളുണ്ട്, ഒരുപാടുണ്ട്. ആ വീടുകളിലൊക്കെ ആളുകൾ ആരൊക്കെ എവിടേക്ക് ഒഴുകി പോയി എന്നറിയില്ല. അത്രയും ഭയങ്കരമായ പൊട്ടലായിരുന്നു ഇത് സംഭവിച്ചത്. ഇത് ഒരിക്കലും രാവിലെ ഈ മണ്ണ് ഇവിടുന്ന് അങ്ങോട്ട് ആ ബിൽഡിങ്ങിൻ്റെ അവിടെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് വൻ പരമാണ് വെള്ളം. ഒരുപാട് ദൂരം അവിടെ കാണുന്ന ഈ ഇവിടെ ഒരുപാട് ദൂരെ കാണുന്ന ഈ മരുന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ രാത്രിയായി, വൈകുന്നേരം 6 ആ സമയത്താണ് ഇവിടെ ഇപ്പോൾ ഇത്രയും ദൂരം നടന്നെത്താണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു മലേൻ്റെ തൊട്ടടുത്ത് ഉള്ള ഒരു ഇതിൻ്റെ തൊട്ടടുത്ത് മഞ്ഞ് ആണ് അങ്ങോട്ട് കാണുന്നില്ല. ആ തെങ്ങിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ആയിട്ട് കാണാം. അവിടെ അതിൻ്റെ ഇടയിൽ നിന്നാണ് പൊട്ടിയത്. കിലോമീറ്റർ കണക്കിനുണ്ട്. അത്രയും വൻ ഭീകര അവസ്ഥയിലാണ് ഇവിടെ വെള്ളം വന്നിരിക്കുന്നത്. ഇതൊക്കെ വീടുകളാണ്. ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു. ഈ നിൽക്കുന്ന ആളുകൾ രക്ഷാപ്രവർത്തനം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ വീടുകളും ആളുകളൊക്കെ ഉണ്ട്. വീടിൻ്റെ മുകളിൽ അടിവശമൊക്കെ അടിച്ചു പോയി. ഇതേ സൈഡിൽ കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അടിവശമൊക്കെ മണ്ണും അതൊക്കെ നീക്കി ആളുകളൊക്കെ എടുത്തതാണ്. ഇതിൻ്റെ റെസ്ക്യൂ ടീമുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഈ പ്രദേശമാണ്. ഇതാണ് ഈ അപാര കല്ലുകൾ, അപാര വലിപ്പമുള്ള ഒരാളും 2 ആളും 3 ആളും ഒക്കെ ഉള്ള ഇത്രയും വലിയ കൂട്ടങ്ങളാണ് ഈ വീടുകളിലേക്ക് വെള്ളത്തിൻ്റെ കൂടെ ഒലിച്ച് ഇറങ്ങി വന്നത്. അതിൽ വൻ ഭീകര പൊട്ട തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇതിന് മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ ഇതൊരു വൻപൻ ഒരുപാട് വലിയ ഉരുൾപൊട്ടലാണ് എന്ന് എനിക്ക് തോന്നുന്നത്.